ഓക്കെ, പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 19. ഓക്കെ, 15 മിനിറ്റുള്ള സെഷനാണ്. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഈ ഭാഗത്ത്, കണ്ടോ? ആദ്യം എല്ലാ പെയറൊന്നും നോക്കാം. ഇതും സപ്പോർട്ട് കഴിഞ്ഞ് നിൽക്കാനാണ്. സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്തു. ഫോക്കസ്. ചെറിയൊരു ട്രെൻഡ് ലൈനാണ്. അത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോരും. അപ്പ് ട്രെൻഡാണോ? ചെറുതായിട്ട് ഉറപ്പില്ല. മാർക്ക് ചെയ്തേക്കാം. അനലൈസ് ചെയ്യലോ. റെസിസ്റ്റൻസ്, സപ്പോർട്ട്. ഓക്കെ, അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ. ഓക്കെ, അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകും. മാർക്ക് ചെയ്തേക്കാം. ഒരു എൻട്രി എടുത്തു. അതെടുക്കാൻ കാരണം ഈ വിക്ക് വന്നതായിരുന്നേ. ആ വിക്ക് റീഫില്ല് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുക്കാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഈ ഭാഗത്ത് സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ അവിടെ ആയിട്ടാണ് ഏകദേശം വന്ന് വിക്ക് ക്രിയേറ്റ് ചെയ്തത്, ലോങ് വിക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ലോങ് വിക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ ലോങ് വിക്കിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആ വിക്ക് എവിടെ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത് ആ ഭാഗത്തേക്ക് പോകും. ഫില്ല് ചെയ്തു. നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡായി. നമുക്ക് ചില ട്രേഡ് കാണുമ്പോൾ ഷോർട്ടാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോട്ടൊക്കെ കൂടുതൽ ഇടാവുന്നതാണ്. ഓക്കെ, നല്ലൊരു ട്രേഡായിരുന്നു അത്. ആ റെസിസ്റ്റൻസിലോട്ട് എത്തി. വാ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കാം ഇവിടെ എന്താണ് വിക്ക് ഫില്ല് ചെയ്യാൻ. ഞാൻ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു പ്രോബബിലിറ്റി ആണല്ലോ. അവിടെ ചില സമയത്ത് ആ ഡിസിഷൻ തെറ്റിപ്പോവാം. പക്ഷേ വിക്ക് ക്രിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ അത് ഫില്ല് ചെയ്തില്ലെങ്കിലും വീണ്ടും ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ പതുക്കെ അവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പെയർ മാറ്റാടാ. 48% അറിഞ്ഞില്ല. ഓക്കെ, ഇവിടെ ഓൾറെഡി റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിന് താഴേക്ക് വരേണ്ടതാണ്. ഓൾറെഡി ഈ ഭാഗത്ത് സെല്ലിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സെല്ലേഴ്സ് ഉണ്ടാവും എന്തായാലും. അതിപ്പോൾ ഏത് ഭാഗത്ത് വരുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഇതിവിടെ തന്നെ ആയിക്കട്ടെ. ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇരിക്കട്ടെ. ഇനിയുള്ള റെസിസ്റ്റൻസ് ഇവിടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വരച്ച ഭാഗത്തേക്ക് എത്തി. ഇത് വാച്ച് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് അതിൻ്റെ മൂവ്മെൻ്റ് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു.
വാട്ട് യു തിങ്ക്, എവിടെ നിന്നായിരിക്കും ഇത് റിട്ടേൺ താഴേക്ക് വരുന്നത്? ഒരു ഇൻവേർട്ടർ ഹാമർ ഡോജി ലൈക്ക് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു സംഭവമുള്ളത്, നമ്മൾ മൂവിങ് ആവറേജ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. 50-day മൂവിങ് ആവറേജാണ്. അത് ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത് ക്രോസ് ചെയ്തിട്ടാണ്. അപ്പം മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസിയും ആക്ച്വലി അവിടെ ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇവിടെ മേളിലോട്ട് വന്നപ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു സെൽ എൻട്രി, പക്ഷെ വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഈ ഭാഗത്ത് തന്നെ വേണമെങ്കിൽ ഒരു സെല്ലിങ് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് 2 ഇൻവേർട്ടഡ് ഡോജി ആണല്ലോ, അപ്പോൾ സെല്ലിന് ചാൻസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാമോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എടുക്കണ്ടല്ലോ. വേറെ ഒന്നുമില്ല, അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നമ്മൾ എടുക്കാനൊന്നായില്ലേ, അതെടുത്ത് വെച്ചെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ലൂസ് അടിച്ചാൽ. പിന്നെ ഇവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ മേലോട്ട് പോകില്ലേ. ഇപ്പോൾ ഒരു അപ് ട്രെൻഡാണ്. അപ്പോൾ ഇവിടെ ഇൻവേർട്ടർ ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്താൽ പണിയാവും. അപ്പോൾ ചെയ്യുന്നില്ല, മാർക്ക് ചെയ്തിട്ടേക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ സെല്ല് ചെയ്യാനത് ഗുഡ് ഡിസിഷനായിരുന്നു. ഓക്കെ, കണ്ടോ? ഞാനിപ്പോൾ സെല്ല് ചെയ്തു. ഇത് റിസ്ക് തന്നെയാണ്, എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച റെസിസ്റ്റൻസിൽ എത്തിയിട്ടില്ല. ഓക്കെ, അതെല്ലാം നോക്കാം. ഗുഡ് ട്രേഡ്.
അത് വെയിറ്റ് ചെയ്ത് നന്നായില്ലേ, വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് നല്ലൊരു എൻട്രി കിട്ടി. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ റെസിസ്റ്റൻസിൽ എൻട്രി ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ലോങ് വിക്ക് ഫോം ചെയ്തുകൊണ്ട് ആ വിക്ക് ഫില്ല് ചെയ്യാൻ വരുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എൻട്രി നടത്തിയത്. അത് എയർലി എൻട്രി ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇവിടെ എടുക്കേണ്ട സാധനം തരം വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ഒരു എൻട്രി ഇവിടെയും എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മേലോട്ട് പോയാൽ എടുത്താലോ? എടുത്തേ. വേറെ ഒന്നുമല്ല, അതിന് മുന്നേ ഇനി എടുക്കണ്ട, മൈൻഡ് ഔട്ടാവല്ലേ. ഒരു ഡോജിയും ഇൻവെർട്ടർ ഹാമർ വന്നുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തത്. ഓൾറെഡി പിന്നെ റെസിസ്റ്റൻസിലാണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനർത്ഥം ഫർദർ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല ബ്രോ. ഓക്കെ, മേ ബി ഇപ്പോഴത്തെ ക്യാൻഡിലില്ലേ, ഒന്നില്ലെങ്കിൽ അത് ഇവിടെ സ്ട്രോങ് ബൈയിങ് ഉണ്ടാവാം, അപ്പോൾ അത് മേളിലോട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഫേക്ക് ക്യാൻഡിലാവാം, ഫേക്കായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതാവും. ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ആയിരിക്കുള്ളൂ. അപ്പം എനിക്ക് വേണം സ്ട്രോങ് ബൈയിങ് ആണെന്ന് തോന്നുന്നുള്ളത്. അതെ, ബൈയിങ് ആണ്. പിന്നെ മേളിലോട്ട് പോകും. മേളിലോട്ട് പോയിട്ട് ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു അല്ലേ. ആ പ്രോഫിറ്റ് കൊണ്ട് ഇവിടെ നമ്മൾ കളഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നിന്ന് ഇനി അത് റിവെഞ്ച് ആവണ്ട. അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, ഇത് ഒന്നുകൂടി ഞാൻ അനലൈസ് ചെയ്യാം. നമ്മൾ കുറേ സമയം എടുത്താണ് എൻട്രീസ് നടത്തിയത്, ശരിയല്ല. എന്നിട്ട് പെട്ടെന്നുള്ളൊരു എൻട്രി ആയിരുന്നു ഇവിടെ വീണ്ടും വന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. ഈ റെസിസ്റ്റൻസിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി എഴുതാം. ഓക്കെ, 2 എൻട്രി കൂടി നടത്തുക, അത് ലോസായ വിട്ടേക്കുക. വേറൊരു സാധനം കാണിച്ചു തരാം. ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത്, പക്ഷെ കറക്റ്റായിട്ട് വരക്കാൻ പറ്റില്ല. റെസിസ്റ്റൻസിലാണ് കേട്ടോ ഓൾറെഡി. റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു. അപ്പോൾ എവിടെ നിന്നാണ് താഴേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ വെച്ചാണ് നമ്മളൊരു എക്സ്ട്രാ എൻട്രി എടുത്തിരുന്നത്. ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ 2 ക്യാൻഡിൽസ് വന്ന് ബാക്കിയുള്ളവരെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് താഴേക്ക് വന്നു. താഴേക്ക് ഫോം ചെയ്ത് വന്നു. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയില്ല, വിസിബിൾ ആയിരുന്നില്ല. ലീവ് ഇറ്റ്. വീണ്ടും വന്ന് ഇവിടെ റീടച്ച് ചെയ്താൽ, അതായത് ഏറ്റവും മുകളിൽ ഒന്ന് റീടച്ച് ചെയ്ത് നമുക്ക് സെല് ചെയ്യാം. നമ്മളുടെ സമയം കഴിഞ്ഞു. 15 മിനിറ്റുള്ള സെഷൻ നടത്തിയിരുന്നു. എന്തായാലും ഗുഡ് സെഷനായിരുന്നു. നമ്മൾ ഈ പെയറിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ AUD CHF 3 ട്രേഡ് കൊടുത്ത അതിൽ തന്നെയാണ്.
ദിസ് എൻട്രി ലിറ്റിൽ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എൻട്രി ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ 2 ട്രേഡ് പ്രോഫിറ്റ് നമ്മൾ നിർത്തിയതിനെ കൂടെ നമുക്ക് എന്തായാലും ഈ സെഷൻ നിർത്താം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് അനാലിസിസ് നടത്തി, അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.